Voice of Marketing, in touch with positive people. വെൽക്കം ടു വോയിസ് ഓഫ് മാർക്കറ്റിംഗ്. വോയിസ് ഓഫ് മാർക്കറ്റിംഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. നമസ്കാരം. ഇന്ന് നമുക്ക് CLV, കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ, അതിനെ കുറിച്ചിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് CLV? ഒരു കസ്റ്റമർ ആ ബിസിനസ് സംരംഭകനെ സംബന്ധിച്ചിടത്തോളം, ഒരു റീറ്റെയിൽ ഷോപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു സർവീസ് ഇൻഡസ്ട്രി നടത്തുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അസറ്റാണ്. ആ കസ്റ്റമറെ നിലനിർത്തി കൊണ്ടുപോകുക, വർഷങ്ങളോളം കാലങ്ങളോളം തൻ്റെ ഒപ്പം തന്നെ ആ കസ്റ്റമർ റിലേഷൻ ബിൽഡപ്പ് ചെയ്ത്, കസ്റ്റമർ റിട്ടൻഷൻ ബിൽഡപ്പ് ചെയ്ത് അയാളെ നിലനിർത്തി കൊണ്ടുപോകാൻ ആർക്ക് കഴിഞ്ഞിരിക്കണം? ഒരു ബിസിനസ് സംരംഭകന്. അത് ഏത് തരത്തിൽ, ഏത് സർവീസ് ഇൻഡസ്ട്രിയിലായാലും, റീറ്റെയിൽ ബിസിനസ്സിലായാലും, ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിലായാലും, ഏത് തരത്തിൽപ്പെട്ട ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലായാലും അതിനെ സാധിച്ചിരിക്കണം. അതിന് CLV എന്ന് പറയും. എന്താണ് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ? നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. ഒരു കസ്റ്റമർ നിങ്ങളുടെ ബിസിനസ് സംരംഭത്തിലേക്ക് വന്നിട്ട് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്യുന്നു. പക്ഷെ നിരന്തരം 1 വർഷം, 2 വർഷം, 5 വർഷം, 10 വർഷം അതുപോലെ കണ്ടിന്യൂ ചെയ്യിക്കാൻ ഒരു കസ്റ്റമറെ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതിനെ ഒരു കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്ന് പറയാം. ഇതിനെ കുറച്ചുകൂടി വളരെ വ്യക്തമായ ഒരു എക്സാമ്പിൾ നമുക്ക് പരിശോധിക്കാം. ഒരു കസ്റ്റമർ, അല്ലെങ്കിൽ നമ്മുടെ ഒരു മനോജേട്ടൻ വന്നിട്ട് ഒരു കടയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? 10 കിലോ റൈസ് അയാളുടെ വീട്ടിലേക്ക് ഒരു മാസത്തിൽ 10 കിലോ റൈസ് വേണം. 10 കിലോ റൈസ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ ആ കസ്റ്റമറെ കണ്ടിന്യൂ ചെയ്യിക്കാൻ ഇയാൾക്ക് സാധിച്ചാൽ, ആ ഷോപ്പ് നടത്തുന്ന വ്യക്തിക്ക് സാധിച്ചാൽ, 1 വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷം, 10 വർഷം അയാൾ റൈസ് വാങ്ങിക്കുന്നു, വീറ്റ് പൗഡർ വാങ്ങിക്കുന്നു, ശർക്കര വാങ്ങിക്കുന്നു ഓരോ ദിവസവും. അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം എത്രമാത്രം പർച്ചേസ് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതുമാത്രമല്ല, തൻ്റെ ഷോപ്പിലേക്ക് മാത്രം വന്ന് വീറ്റ് പൗഡറും ശർക്കരയും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നു. ആ 5 വർഷക്കാലം ആ സ്പെസിഫിക് ആയ മനോജേട്ടനിൽ നിന്നും കിട്ടുന്ന മൊത്തത്തിലുള്ള ഏണിങ്സ്, അതാണ് ഒരു കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. അത്രയും വർഷക്കാലം കൊണ്ട് ആ കസ്റ്റമർ ആ ഷോപ്പിൽ നിന്ന് വിട്ടു പോകുന്നത് വരെ എന്തുമാത്രം ഏണിങ്സ് ആ സ്പെസിഫിക് ആയ മനോജേട്ടൻ എന്ന കസ്റ്റമറിൽ നിന്നും ആ റീറ്റെയിൽ ഷോപ്പുകാരന് കിട്ടുന്നുണ്ട്. അതിനെ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ. ശരിക്കും കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ കസ്റ്റമറെ തേടി പോകുന്നതിനേക്കാൾ റീറ്റെയിൽ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ആ ബിസിനസ് സംരംഭവുമായിട്ട് അടുത്ത് നിൽക്കുന്ന വ്യക്തി, അയാൾ നല്ല പേയ്മെന്റ് തരുന്ന വ്യക്തിയാണോ, വളരെ കൃത്യമായ ആക്യുറസി ഉള്ള വ്യക്തിയാണോ, പണം കൊണ്ടുപോയാൽ, ഇനി കടമായിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ പോലും കൃത്യമായിട്ട് പണം തിരിച്ചു തരുന്ന വ്യക്തിയാണോ, നല്ല സ്വഭാവ ഗുണമുള്ള വ്യക്തിയാണോ, അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ഒരു ലോങ് റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ ഒരു ബിസിനസ് സംരംഭകന് സാധിച്ചിരിക്കണം. കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്ന് പറയുന്നത് പുതിയ ഒരു കസ്റ്റമറെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ നല്ലത് നിലവിലുള്ള കസ്റ്റമറെ കൊണ്ട് കൂടുതൽ പർച്ചേസിംഗ് പവർ കൂട്ടി അവരെ ചേർത്ത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് നിർത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂവില് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എങ്ങനെ ഈ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ CLV ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ശരിക്കും CLV ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് കമ്പനിയുടെ, ഏത് തരത്തിൽപ്പെട്ട ബിസിനസ് ആയാലും അപ്സെല്ലിങ് നമുക്ക് ഗുണം ചെയ്യും. എന്താണ് അപ്സെല്ലിങ്? ഒരു കസ്റ്റമർ ഒരു സ്പെസിഫിക് ആയ പ്രോഡക്റ്റ് ആവശ്യപ്പെട്ട് വരുമ്പോൾ ആ വാല്യൂവിനേക്കാൾ കൂടുതൽ കൂടുതൽ പ്രൈസ് ഉള്ള പ്രോഡക്റ്റ് ആ കസ്റ്റമറെ കൊണ്ട് കൺവേർട്ട് ചെയ്ത് സെല്ല് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അപ്സെല്ലിങ് എന്ന് പറയുന്നത്. 100 രൂപയുടെ പ്രോഡക്റ്റ് ചോദിച്ചു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 200 രൂപയുടെ പ്രോഡക്റ്റ് കസ്റ്റമറുടെ പർച്ചേസിംഗ് പവർ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത്. അപ്പോൾ അപ്സെല്ലിങ്ങിലൂടെ
ഈ CLV നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. നിരന്തരമായിട്ട് അങ്ങനെ ഒരു റാപ്പോ ബിൽഡപ്പ് ചെയ്യുമ്പോൾ, അപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമറെ അടുത്ത് നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കൂ, ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടും, കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട്, കുറച്ചുകൂടി ഇപ്പോൾ ഇലക്ട്രിക്കൽ സാനിറ്ററി ഫിറ്റിങ്സ് ആ ഒരു ഏരിയ ആണെങ്കിൽ, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതാണ്, ഇത് എടുത്തോളൂ. അപ്പോൾ എപ്പോഴും ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർ ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ നല്ല ഒരു ക്ലോത്ത് ഒക്കെ കണ്ട് അവർ പെട്ടെന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ടൈലറിങ് ചാർജും മറ്റൊക്കെ കൊടുക്കുമ്പോൾ നല്ലൊരു എക്സ്പെൻസ് വരും. അപ്പോൾ കുറച്ചുകൂടി വില കൂടിയ, ക്വാളിറ്റി കൂടിയ ഒരു ക്ലോത്ത് നമുക്ക് പർച്ചേസ് ചെയ്ത് കൂടെ. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, ഒരു സ്വിച്ചസ്, അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ ഹോം അപ്ലയൻസ് ഒക്കെ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ പ്രോഡക്റ്റ് വാങ്ങിച്ചുകൂടി. അപ്പോൾ കുറച്ചുകൂടി സേഫ്റ്റി ഉണ്ടാകും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ CLV ഇൻക്രീസ് ചെയ്യുന്നതിന് അപ്സെല്ലിങ് വളരെയധികം പ്രാധാന്യം ഉള്ളതാണ്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും? ഓഫറുകൾ, സ്കീമുകൾ. ഈ സ്കീമുകളും ഓഫറുകളും അതുപോലെ ഫ്രീ ഇൻസ്റ്റലേഷൻ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു കസ്റ്റമർ റാപ്പോയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവർ ആ ബിസിനസ് സംരംഭവുമായിട്ട്, ആ സ്റ്റാഫുകളുമായിട്ട്, ആ റീറ്റെയിൽ ഷോപ്പുമായിട്ട് കുറച്ചുകൂടി അറ്റാച്ച്മെന്റ് വരികയും കൂടുതൽ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ, കൂടുതൽ പർച്ചേസ് ചെയ്യാൻ അവർ തയ്യാറാവുകയും ചെയ്യും. പല ബിസിനസ് സംരംഭങ്ങളിലും കാണാൻ സാധിക്കും, ഞാൻ 10 വർഷമായിട്ട് അല്ലെങ്കിൽ 20 വർഷമായിട്ട് ഈ പ്രോഡക്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് ഞാൻ ഡീലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് കേൾക്കാം. പക്ഷെ അത് വലിയൊരു കാര്യമാണ്. കാരണം അങ്ങനെ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ നിലനിർത്താൻ ഒരു ബിസിനസ് സംരംഭകന് സാധിച്ചാൽ അതിനേക്കാൾ വലിയൊരു സക്സസ് അയാൾക്ക് കിട്ടാനില്ല. അപ്പോൾ CLVയിൽ എനിക്ക് പറഞ്ഞു വയ്ക്കാനുള്ള 2 കാര്യങ്ങൾ. CLV ഉയർത്തണമെങ്കിൽ ഉറപ്പായിട്ടും ആ കസ്റ്റമറുടെ ഒപ്പം നിൽക്കണം. ബെറ്റർ സർവീസ്, ആഫ്റ്റർ സർവീസ്, ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷവും അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കാൻ, സാർ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചോ, എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ, ഒന്ന് കോൾ ചെയ്യുക. ഇനി എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം കേട്ടോ, സാർ വിളിച്ചാൽ മതി എന്നെ, എൻ്റെ നമ്പർ ഇതാണ്. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ആഡ് ചെയ്ത് കസ്റ്റമറെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അവരെ പരിഗണിക്കുക. ഇതിനു മുമ്പുള്ളൊരു ചാപ്റ്ററിൽ നമ്മൾ സംസാരിച്ചാണ്, കസ്റ്റമറെ പരിഗണിക്കാതെ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും, എത്ര ക്വാളിറ്റി കൊടുത്താലും, ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ ഐ കോണ്ടാക്റ്റ് വേണം, സ്മൈല് വേണം. അവഗണിക്കുന്നവരെ ഒരു കാരണവശാലും നമ്മൾ പരിഗണിക്കാൻ തയ്യാറാകില്ല. അപ്പൊ CLV കൂട്ടാൻ കസ്റ്റമറെ പരിഗണിക്കുക, അവർക്ക് നല്ല ബെറ്റർ സർവീസ് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ മൗത്ത് പബ്ലിസിറ്റി ഉണ്ട്. എന്താണ്? കോടിക്കണക്കിന് കാശ് കൊടുത്ത് പരസ്യം ചെയ്യണ്ട, അല്ലാതൊരു പബ്ലിസിറ്റി ഉണ്ട്. അങ്ങോട്ട് പോയിക്കോട്ടോ, സൂപ്പർ സർവീസാണ്, സർവീസ് ബെറ്റർ ആണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് ഏത് ഇൻഡസ്ട്രിയിലായാലും സർവീസ് ബെറ്റർ ആണോ അതിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുകയുള്ളൂ. ക്വാളിറ്റി ഒരു ഭാഗത്ത് നിൽക്കുമെങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ ക്വാളിറ്റിക്ക് കോംപ്രമൈസ് ചെയ്താലും നമ്മളെ പരിഗണിക്കുന്നുണ്ടോ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം അവർ നിർദ്ദേശിക്കുന്നുണ്ടോ, നമ്മുടെ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നുണ്ടോ, അതിനാണ് പ്രാധാന്യം കൊടുക്കുക. ഇപ്പോൾ മൗത്ത് പബ്ലിസിറ്റി വലിയൊരു കാര്യമാണ്. നിങ്ങൾ നല്ല രീതിയിൽ ആളുകളെ പരിഗണിച്ചാൽ, അതുപോലെ തന്നെ അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ CLV ഇൻക്രീസ് ചെയ്യും, കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ ഇൻക്രീസ് ചെയ്യും, അവർ വീണ്ടും പർച്ചേസ് ചെയ്യാം, നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നിരിക്കും. ഇതാണ് ഒരു ബിസിനസ് സംരംഭത്തിന്റെ സക്സസ് എന്ന് ഒന്ന് റിയാലിറ്റി മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം ഇതുപോലെ തന്നെ വർഷങ്ങളോളം കാലങ്ങളോളം നിങ്ങളോടൊപ്പം തന്നെ നിരന്തരം വർഷങ്ങളോളം തന്നെ യാത്ര ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. അതുപോലെ ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ് നിർബന്ധിച്ച് ഒരു കസ്റ്റമറെ കൊണ്ട് ഇടിപ്പിക്കാതിരിക്കുക. അവരുടെ ആവശ്യം എന്താണ്, അവരുടെ ബഡ്ജറ്റ് എന്താണ്, അത് മനസ്സിലാക്കുകയും നമ്മുടെ കാര്യം മാത്രം നോക്കി ഞാനും കെട്ടിയോളും എൻ്റെ കുട്ടിയോളും എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ നിന്നും വിട്ട് മനസ്സിനെ വിശാലമാക്കുക. ബ്രോഡ് മൈൻഡഡ് ആയിട്ട് എൻ്റെ ഫീലിംഗ് തന്നെയാണ് മറ്റുള്ളവരുടെ ഫീലിംഗ് എന്ന് മനസ്സിലാക്കി, എൻ്റെ ഫീലിംഗ് തന്നെയാണ് അയാളുടെ ഫീലിംഗ് എന്നുള്ള ആ എംപതറ്റിക് ആറ്റിറ്റ്യൂഡിലൂടെ കസ്റ്റമറെ സമീപിച്ചാൽ, അയാളെ മനസ്സിലാക്കിയാൽ CLV കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്.